ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. കസ്റ്റഡി ഔദ്യോഗികമായി പോറ്റിയുടെ കുടുംബത്തെ അറിയിച്ചുവെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. സന്നിധാനത്ത് നിന്ന് SP ശശിധരൻ എത്തിയ ശേഷം ചോദ്യം ചെയ്യൽ തുടരും. അമൽ തേനമറമ്പിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ? എത്ര മണിക്കൂറായി? ഹരിയ, ഏറ്റവും നിർണായകമായ വിവരം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് രാവിലെ മുതൽ ക്രൈംബ്രാഞ്ച് ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അത് എവിടെ വെച്ചാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്താണോ അതോ പത്തനംതിട്ടയിലാണോ എന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തതയുണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ ഈ പറയുന്ന അന്വേഷണ സംഘ തലവനായിട്ടുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു. കുറേ അധികം സമയം അവിടെ തുടർന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട് എന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസാണ്. ഈ കാണുന്ന ഓഫീസിനുള്ളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ സമയത്തിനടുത്തായി ഈ വിവരം വീട്ടുകാരെ വിളിച്ചറിയിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെയുണ്ട് എന്നുള്ള ഒരു കാര്യം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട് എന്നുള്ള കാര്യം കുടുംബാംഗങ്ങളെ അറിയിച്ചു. ആ കാര്യം അഭിഭാഷകൻ സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. നിർണായകമായ ചോദ്യം ചെയ്യൽ നടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഇവിടെ ഇപ്പോൾ കാണുന്ന ആ മുറിയുടെ ആ ഭാഗം അവിടെ കർട്ടൻ ഇട്ട് മറച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ കർട്ടൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും എത്ര സമയം ഈ ചോദ്യം ചെയ്യൽ തുടരുമല്ല, ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതോ അറസ്റ്റ് ചെയ്ത് മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം നൽകേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇത് ഇനിയും കുറേ സമയം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റാന്നിയിലെ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത്. അതിനാൽ അവിടേക്ക് കൊണ്ടുപോയി ഹാജരാക്കേണ്ടതുണ്ട്. വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനം. നിലവിൽ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉന്നയിച്ചിരുന്ന ചോദ്യം എവിടെയാണെന്നുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന് ഉത്തരമാവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തിരുവനന്തപുരം ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അമൽ തേനമറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഇത്രയും നേരം ചോദ്യം ചെയ്യുകയാണ്, കസ്റ്റഡിയിലാണെന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നുവെങ്കിലും എവിടെ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ, എവിടെ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ചോദ്യം ചെയ്യുന്ന വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ്, ഈഞ്ചക്കലിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചാണ് ചോദ്യം ചെയ്യൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈഞ്ചക്കൽ ഓഫീസിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അറസ്റ്റ്, അതല്ലെങ്കിൽ വിട്ടയക്കുമോ എന്നുള്ളത്. അമൽ, ഈ കുടുംബത്തെ അറിയിച്ചത് എപ്പോഴാണ്? എന്ത് വിവരങ്ങളാണ് അഭിഭാഷകൻ നമുക്ക് നൽകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് അമൽ? ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ആവശ്യം രാവിലെ തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. പക്ഷേ ആ ചോദ്യം ചെയ്യൽ നടക്കുന്ന ഘട്ടത്തിൽ പോലും ഇത് എവിടെയാണ് ചോദ്യം ചെയ്യൽ, തിരുവനന്തപുരത്താണ് എന്നുള്ള ആദ്യ വിവരം പുറത്തു വരുമ്പോഴും അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണോ അതോ ഇനിയിപ്പോൾ പോലീസിന്റെ എയർ ക്യാമ്പ് അടക്കമുള്ള ക്യാമ്പുകൾ ഇവിടെയുണ്ട്, പോലീസ് ക്ലബ്ബുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ക്രമസമാധാന ചുമതലയുള്ള ADGP, ഈ അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള H വെങ്കടേഷിന്റെ പേരൂർക്കടയിലെ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ SIT ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.